അപ്പൊ പിന്നെ നമ്മൾ പോകുന്നു ലോകത്തിലെ തന്നെ ന്യൂയോർക്കിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ടൈം സ്ക്വയറിന്റെ രാത്രി ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി. ടൈം സ്ക്വയറിനടുത്ത് തട്ടുകട നടത്തുന്ന ദാസപ്പം മുതലാളിയുടെ കടയാണ് ഇത്. ഇവിടെ എവിടെ വന്നാലും നമുക്ക് കഞ്ചാവിന്റെ മണമാണ്. ഇതെന്ത് വണ്ടിയത്? ഇതെന്ത് വണ്ടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ഒരു കിടിലൻ തവള പോലത്തെ വണ്ടി. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീര് വീഴും. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സഞ്ജയുടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഇവിടെ തുണിയില്ലാതെ മറ്റേ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമെന്ന്. അവരോട് ഫോട്ടോ എടുത്തിട്ടേ മോൻ വരാവൂ എന്ന് പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച്. നോക്കട്ടെ അങ്ങനെ തുണിയില്ലാതെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. വൃത്തികെട്ടവന്മാര് എനിക്കും കൂടെ ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരൂ. വൃത്തികെട്ടവാ. അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോകളിലും ഫോട്ടോകളിലും ഒക്കെ കണ്ടിട്ടുള്ള ടൈം സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. അതിതല്ലാതെ മറ്റേതാണ്? അത് മറ്റേ ബ്രെത്ത് ടേക്കിംഗ് ഷോ. അവിടെ നമുക്ക് അങ്ങനത്തെ ഷോ ഒക്കെ കണ്ടോണ്ടിരുന്ന് ഫുഡ് കഴിക്കാം. പോയാലോ? ചമ്മി ഇവിടെ നിന്നാ പോരെ. എന്നാലും തുണിയില്ലാത്ത ഫോട്ടോ എവിടെ ബ്രോ? കാണുന്നില്ലല്ലോ. അച്ഛനെ വിളിച്ചു ചോദിക്കും എവിടെയാ നിക്കുന്നത്, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറ. പല തരത്തിലുള്ള വസ്ത്രം ധരിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫോട്ടോസ് എടുത്ത് തരുന്ന ആൾക്കാര്. എടാ, നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല. Life is nothing but a celebration of events. നമുക്ക് കിട്ടിയ ജീവിതം പരിപൂർണമായി ആഘോഷിക്കാം. വീഡിയോ ആണ്. എനിക്ക് തന്നെ ഗതി ഒന്നും പറയണ്ട. കോടതി പറ്റൂലെന്ന്. സമാധാനിക്കുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. പാത്തുമ്മ എനിക്ക് വല്ല പാഷാണം കലക്കി തന്ന് കൊന്ന എന്റെ മയ്യത്തിൽ കോളേജിന്റെ പേരിൽ റീത്ത് വെച്ചേക്കണേ. ഞാനങ്ങ് തന്നാലുണ്ടല്ലോ, ഇനി എന്നെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുപോരുത്. നിങ്ങളുടെ എന്തിലേണ്ടല്ലോ അവളുടെ കൂടെ പോയി പുറത്തു. എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർ 20 പറയുള്ളേ. അപ്പൊ 2 പേർക്ക് 20 വെച്ച് കൊടുക്കണം. കുഴപ്പമില്ല, പോട്ടെ. അവർ ഇത്രയും തുണിയില്ലാതെ നിൽക്കുന്നല്ലേ ഫുള്ള്. അമ്മച്ചിമാരെ 2 പേരും. എടാ, ഈ വീക്ക്നെസ്സിനൊക്കെ എന്ത് പ്രായം അല്ലേ? അത് കൊള്ളാം, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ എവിടെ ചെയ്തിട്ടുണ്ടല്ലോ, തായ്ലൻഡിൽ. സ്ഥിരാണല്ലേ.